ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമുക്ക് എന്റെ കൺസൾട്ടിംഗ് റൂമിൽ ഇരിക്കാം. വരൂ. നമ്മൾ എങ്ങോട്ടാ സാറേ പോന്നെ? വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ നമുക്കിന്ന് ചെയ്യാനുണ്ട്. അപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ മീറ്റിങ്ങിനല്ലേ പോകുന്നത്? പോകുന്നത് അങ്ങോട്ട് തന്നെ, പക്ഷേ മീറ്റിംഗ് അല്ലാതെ മറ്റു ചില കാര്യങ്ങളും കൂടി നമുക്കവിടെ ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു അന്വേഷണത്തിന്റെ തുടക്കമാണ്. അന്വേഷണം? എന്തന്വേഷണം? മുമ്പൊരിക്കലും ഞാൻ ഭൂതകാലം മറന്നുപോയ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ, ഓർക്കുന്നു. അവരെ ഇപ്പൊ നോക്കുന്നത് രാജശ്രീയ. അവളുടെ കാര്യം സച്ചിക്ക് അറിയാലോ. എല്ലാം വളരെ ഷാർപ്പാ, ഒന്നിനും ഒരു വിട്ടുവീഴ്ചയില്ല. ആ പേഷ്യന്റിന്റെ ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ, സച്ചി വരുമ്പോ ആ പേഷ്യന്റ് വീട്ടിൽ ഉണ്ടായിരുന്നല്ലോ. ഓ, അത് ശരി. ഓർമ്മകൾ നഷ്ടപ്പെട്ട പിന്നെ മനുഷ്യന്റെ അവസ്ഥ എന്താ സാറേ? ജീവിതം തന്നെ പോയില്ലേ? അല്ല, എന്താ സാറേ അവരുടെ പേര്? സമൃദ്ധ. അവരുടെ ഹസ്ബൻഡ് ഒരു അഡ്വക്കേറ്റാ. ഓ, സി സമൃദ്ധ, ഒരാൾക്ക് തന്റെ പാസ്റ്റ് ഓർമ്മയുണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പലർക്കും ഓർമ്മകളാണ് ഭാരം. മറക്കാൻ ആഗ്രഹിക്കുന്നതാണ് പാസ്റ്റെങ്കിൽ അത് വിട്ടുകളയാം. ഓർമ്മിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെങ്കിലും അങ്ങനെ തന്നെ. ഇവിടെ സമൃദ്ധയുടെ കാര്യത്തിലും അങ്ങനൊരു എലമെന്റ് ഉണ്ട്. ഭൂതകാലത്തിൽ നിന്നും ആരും സമൃദ്ധയെ അന്വേഷിച്ചു വന്നില്ലെന്നല്ലേ പറഞ്ഞ്? അതെ ഡോക്ടർ. Then leave it. Why do you bother? പക്ഷെ ഡോക്ടർ, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാ എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെയൊന്നും മാറില്ലല്ലോ. That's the point. അത് ചിന്തക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അവിടെയാണ് എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോൾസ് മെമ്മറി ഇംപ്ലാന്റേഷനെ പറ്റി ഡൗട്ട് ഉണ്ടാവുന്നത്. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് ഡോക്ടർ. ഈ തലവേദന അത് ന്യൂറോ സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാ. തലവേദന മാറാൻ ഞാൻ സമൃദ്ധയ്ക്ക് ചില മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് തരാം. ബോഡി റിലേറ്റഡ് പ്രോബ്ലംസ് അതുവഴി മാറും. പക്ഷേ സമൃദ്ധയുടെ മനസ്സപ്പോഴും ഈ സംശയങ്ങളുമായി കെട്ടുപിണഞ്ഞ് കിടക്കുകയല്ലേ? ഒരു ചാലഞ്ച് എടുക്കാൻ തയ്യാറാണോ സമൃദ്ധ?